May God bless all of us this morning. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി പരസ്യമായി നിൽപ്പാൻ പ്രാഗൽഭ്യവും ദൈവകൃപയും അവസരവും തന്ന ദൈവത്തിന് ഞാൻ ഈ പകൽ സ്തോത്രം ചെയ്യുന്നു. And I praise God for the opportunity and the privilege that He's given us to stand before with the Word. ഞങ്ങളുടെ ഈ വിശുദ്ധ സഭായുഗത്തിൽ ആലയത്തിൽ കടന്നു വന്നും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടും വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ടും സംബന്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിവാദനം ചെയ്യുന്നു. And we welcome all of you that are watching, those who are here and are watching through different mediums. എൻ്റെ പ്രിയ സഹോദരങ്ങളെ അഭിസംബോധന ചെയ്ത് 3 ആഴ്ചകൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുമായി വചനവുമായി പങ്കുവെക്കാൻ നിൽക്കുന്നത്. I'm here after a gap of 3 weeks to preach the word of God. കഴിഞ്ഞ 3 ആഴ്ചകളിൽ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. The Lord has kept us safe for the last 3 weeks. പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ രോഗങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. We went through a lot of troubling and sickness, times of sickness. എന്നാൽ അവിടെയൊക്കെ ദൈവം ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന്റെ കരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. And I would like to thank God that preserved our lives all through that. കർത്താവിന്റെ സന്നിധിയിൽ ദിനങ്ങൾ പങ്കുവെക്കുവാനും ഇരിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായപ്പോൾ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. As I was meditating upon the word and asking questions to God during these times, that it is the answer that I would like to share with you today. നിങ്ങളുടെ വേദപുസ്തകങ്ങളെ നിങ്ങളുടെ കരത്തിൽ എടുക്കുക. Can we all take our Bibles in our hands? പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിച്ച് അതിനെ അധികരിച്ചുകൊണ്ട് ഒരു സന്ദേശം പങ്കുവെക്കാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. Can we turn over to 1 Peter chapter 5 verse 10? അതിങ്ങനെയാണ് മലയാളത്തിൽ വായിക്കുന്നത്. And this is how it reads. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. And it reads like this: but the God of all grace, who is called unto his eternal glory by Christ Jesus, after all that you have suffered a while, make you perfect, establish, strengthen, and settle you. ഒരു വേർഷനിൽ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. One version reads like this in English: after your season of suffering, God in all his grace will restore, confirm, strengthen and establish you. എന്നാണ്. It is given in one version that God in his grace will restore, confirm, strengthen and establish you. അതിന്റെ തനതായ ഭാഷയിൽ പാരഫ്രൈസ് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ പറയാം. If you could paraphrase that particular verse, you can say it like this: അല്പകാലത്തെ കഷ്ടതയുടെ സീസൺ കഴിയുമ്പോൾ, after a season of suffering for a little while, നിത്യമായ തേജസ്സിനായി നിങ്ങളെ വിളിച്ച ദൈവം, the God who has called you here for eternal glory, ആ ദൈവം തന്നെ നിങ്ങളെ, that God himself, അവന്റെ കൃപ നൽകി, he will give you his grace, ഈ കഷ്ടതയിലൂടെ നിങ്ങളെ പെർഫെക്റ്റ് പേഴ്സൺ ആക്കി ഉറപ്പിക്കും. and God will make you go through the suffering and make you perfect. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അല്പകാലത്തെ ഈ കഷ്ടത കഴിയുമ്പോൾ, after the suffering for a little while is over, നിത്യ തേജസ്സിനായി വിളിച്ച ഒരു ദൈവമുണ്ട്. God has called us for eternal glory. ആ ദൈവം തന്നെ that God നമ്മളെ ഈ കഷ്ടതയിലൂടെ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആക്കി തീർക്കും. he will change us as a perfect person during the suffering and through the suffering. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രസംഗത്തിന് ഒരു തലവാചകം ഞാൻ കൊടുക്കുന്നു. And I would like to put a heading to my message. അതിങ്ങനെയാണ്: It is like this: the suffering will end. കഷ്ടതയ്ക്ക് ഒരു വിരാമമുണ്ട്. the suffering will end. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of us believe that? എത്ര വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവ് സ്തോത്രം ചെയ്തേ. Can we raise our hands and praise നമ്മുടെ God? കഷ്ടതകൾക്ക് ഒരു വിരാമമുണ്ട്. കഷ്ടതയുടെ സീസൺ മാറാൻ പോകുകയാണെന്ന്. ഹല്ലേലൂയ. കഷ്ടതയുടെ സീസൺ മാറാൻ പോകുകയാണെന്ന് കരങ്ങളെ ഉയർത്തി കർത്താവ് നന്ദിയോടെ പറഞ്ഞാട്ട്, കഷ്ടതയ്ക്ക് ഒരു സീസൺ ഉണ്ട്. അത് കഴിഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി വിളിച്ച നമ്മെ അവൻ പെർഫെക്റ്റ് പേഴ്സൺ ആക്കി നമ്മെ തീർക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒരു ആത്മീയ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. I'd like to base my message on this verse. AD 64-65 കാലഘട്ടങ്ങളിൽ റോമ പട്ടണം തീക്കിരയായി തീർന്നു. In 64-65, the city of Rome was burned to the ground. അത് ക്രിസ്ത്യാനികൾ ചെയ്തതാണെന്ന് പറഞ്ഞ് ദൈവമക്കളെ നീറോ ചക്രവർത്തി പീഡിപ്പിച്ച ഒരു കാലഘട്ടം. And Emperor Nero blamed it on the Christians.
അന്ന് 1 പത്രോസ് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 4-5 പട്ടണങ്ങളിലെ പേരുകൾ പറയുന്നുണ്ട്. In 1 Peter chapter 1 verse 1, it says the name of 5 different cities. Especially പൊന്തോസ്, ഗലാത്യ, കുപ്പനോക്കിയ, ആസിയ, ബിഥുന്യ, ഈ സ്ഥലത്തെ ചിതറിപ്പാർത്ത വിശുദ്ധന്മാർക്ക് ഭയങ്കര പ്രതികൂലം കൂടെ കടന്നു പോകേണ്ടി വന്നു. The exiles in Pontus, Galatia, Cappadocia, Asia and Bithynia had to go through a lot of trouble. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കൊച്ചു കൊച്ചു പ്രയാസങ്ങളോ സഫറിങ്സോ പോലെ ആയിരുന്നില്ല അവർ അനുഭവിച്ചത്. It wasn't like the sufferings, the little sufferings that we suffer today. അവർ അനുഭവിച്ച പീഡനങ്ങളും കഷ്ടതകളും വലുതായിരുന്നു. The trials and tribulations that they went through were great. അത് യേശുവിനെ അറിഞ്ഞതിന്റെ പേരിലായിരുന്നു. It is because that they knew Jesus that they went through this suffering. കർത്താവിനെ ഫോളോ ചെയ്തതിന്റെ പേരിലായിരുന്നു. It is because they followed Jesus Christ. അവരങ്ങ് പ്രയാസത്തിൽ as they were in suffering in trials and tribulations, അവരെ ആശ്വസിപ്പിക്കുവാൻ റോമിലിരുന്നു കൊണ്ട് പത്രോസ് എഴുതിയ ഒരു ലേഖനമാണ്, ആശ്വാസ ലേഖനമാണ് ഈ പത്രോസ് ലേഖനം. To comfort them, this is a letter that was written by Paul in Rome. അവരെ ആശ്വസിപ്പിച്ച് എഴുതി വരുമ്പോൾ അവസാന വാക്യമാണ്, ലേഖനത്തിന്റെ അവസാന വാക്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വന്ദനങ്ങൾ 2-3 വാക്യത്തിൽ വന്ദനമാണ്. ഈ ലേഖനത്തിന്റെ അവസാന വാക്യം എന്ന് പറയുന്നത് 5:10. This verse that we read right here, 5:10, is the last verse of this letter. എന്താ അവസാന വാക്യം താൻ പറയുന്നേ? What is the last word he's saying? സഹോദരന്മാരെ, നിങ്ങളുടെ ഈ കഷ്ടം അല്പകാലത്തേക്കേ ഉള്ളൂ. Saying, brothers, your suffering is temporary for a little time. അല്പകാലമാണ് നിങ്ങൾ സഹിക്കുന്നേ. You are only suffering for a little time. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഇന്ന് പകൽ സംസാരിക്കുന്നു. The Spirit of the Lord is speaking to someone. സഭയിലുള്ളവരോടും പുറത്തുനിന്ന് കേൾക്കുന്നവർ ദൈവാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. The Spirit of the Lord is interceding today. നിങ്ങൾ സഹിക്കുന്ന കഷ്ടത ലഘുകാലത്തേക്കേ ഉള്ളൂ, അല്പസമയത്തേക്കേ ഉള്ളൂ. Suffering is only for a little while. നിങ്ങളുടെ കഷ്ടതയ്ക്ക് പരിശുദ്ധം എഴുതി വെച്ച പേരിങ്ങനെയാ, അല്പകാലത്തേക്കുള്ള കഷ്ടത. The name of your suffering is the suffering for a little while. എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ തേജസ്സോ അത് എറ്റേണലാണ്, നിത്യമാണ്. The next verse says that your glory is eternal. ആ നിത്യ തേജസ്സിനായി വിളിച്ച ദൈവം ഉണ്ടല്ലോ. And that God who has called us for this eternal glory, നിങ്ങളെ ഈ സഫറിങ്ങിലൂടെ പ്യൂരിഫൈ ചെയ്ത് റിഫൈൻ ചെയ്ത് നിങ്ങളെ ശക്തീകരിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. the God who called you is purifying, refining you through this trouble to strengthen you. ശ്രദ്ധിക്കണമേ, നമ്മുടെ കഷ്ടതകൾക്ക് ഒരു കാരണങ്ങളുണ്ട്. There are reasons for our sufferings. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. There are 4 reasons for our sufferings according to our Bible. വിശദീകരണമില്ലാതെ 4 വാക്യങ്ങൾ ഞാൻ പറയാം. I would like to say them without explaining. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ Acts 3 verse 17 says, അവിടെ വായിക്കുന്ന 2-ാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കുമെന്ന് പറയും. It says, in sorrow shall you eat all the days of your life. ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ പാപം ചെയ്തു വീണവരോട് പറഞ്ഞ വാക്കാണ്. This is a word that was said to a man who was fallen from അങ്ങനെയാണെങ്കിൽ sin. നമ്മുടെ കഷ്ടതയുടെ ഒന്നാമത്തെ കാരണം പാപമാണ്, അനുസരണക്കേടാണ്. So the first reason for our suffering is sin or disobedience. എന്നാൽ എല്ലാ കഷ്ടതയും പാപം കൊണ്ടോ അനുസരണക്കേട് കൊണ്ടോ വരുന്നതല്ല. But not all suffering is due to sin or disobedience. അടുത്ത 2-ാമത്തെ ഭാഗം, കഷ്ടത 2-ാമത്തെ റീസൺ, The second reason is നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടും വരുന്ന കഷ്ടതകളുണ്ട്. it's also because our handiwork. ഹല്ലേലൂയ. അതിന് ഉദാഹരണം ബൈബിളിൽ നിന്നും വേണ്ട, നമുക്ക് തന്നെ അറിയാം, ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് എത്രയോ കഷ്ടത നമുക്ക് വന്നിട്ടുണ്ട്. It is also because things we do that we suffer. 40 മൈൽ സ്പീഡിൽ യാത്ര ചെയ്യണമെന്ന് നിയമമുള്ളപ്പോൾ 70-ലും 80-ലും പോയിട്ട് ഫൈൻ അടിച്ച് ഹല്ലേലൂയ കഷ്ടതയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. എത്രയോ കാരണങ്ങളുണ്ട് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് കഷ്ടത വന്നത്. There are many instances of we doing things that causes us. നിങ്ങൾക്കൊരു ഹോംവർക്കായി 2 ശമൂവേൽ 24-ാം അധ്യായം നൽകുകയാണ്. I am giving you a homework, a second
Samuel 14. ദാവീദിനോട് ദൈവം പറയാതെ ദാവീദ് തന്നെ വരുത്തി വെച്ചൊരു കട്ടത കാണാൻ കഴിയും. You can see a suffering that David took upon himself without God interfering. ദാവീദ് ജനത്തെ പോയി എണ്ണി ഇസ്രായേലിനെ യഹൂദയെ മൊത്തമുള്ള ജനത്തെ എണ്ണാൻ പറഞ്ഞു. David took a census of the people of Israel. 9 മാസം കൊണ്ട് ജനത്തെ എണ്ണി തീർത്തു. And he took a census in 9 months. എണ്ണി വീട്ടിലേക്ക് വന്നപ്പോൾ ദൈവം 3 ഓപ്ഷൻ പറഞ്ഞു. And after he came back from to his place, God gave him 3 options. ഓപ്ഷൻ 7 വർഷവും 3 മാസവും 3 ദിവസത്തെ 3 കട്ടതയെ കുറിച്ചാണ് പറയുന്നത്. He was given an option between suffering for 7 years, 3 months and 3 days. ദൈവത്തിന്റെ കരം ആ ദേശത്തേക്ക് ഇറങ്ങി വന്നു. The hand of the Lord came down upon the land. പക്ഷേ അങ്ങനെ സ്വയമായി ഉണ്ടാക്കി വെച്ച കട്ടതയാണെങ്കിലും ഈ ഭക്തൻ ദൈവദൂതന്റെ മുമ്പിൽ കരയാൻ തുടങ്ങി. But the devotee of Lord fell before him, before the Lord. കരഞ്ഞപ്പോൾ താൻ ഇങ്ങനെയാണ് പറയുന്നത്. And when he cried, this is what he said. കർത്താവേ, ഈ ജനം പാപം ചെയ്തിട്ടില്ല. Lord, these people have not sinned. ഞാനാണ് പാപം ചെയ്തത്. I have sinned. എന്റെ കുറവാണ്. It is my shortcoming. നിന്റെ കരം പിൻവലിക്കണമെന്ന് പറഞ്ഞു. Lord, please release your hand on them. ദൈവത്തിന്റെ കരം പിൻവലിച്ചു. ദൈവം അവർക്ക് സൗഖ്യം വരുത്തി. God released his hand on them and they were healed. രണ്ടാമത്തെ റീസൺ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് കട്ടത വരാം. The second reason could be our own doing. ബിബ്ലിക്കൽ ഭാഷയിൽ മൂന്നാമത്തെ റീസൺ. In biblical terms, the third reason is. ഞാൻ 4 റീസൺ പറയാം. റീസൺ ഫോർ സഫറിംഗ് 4 പറഞ്ഞു. 1 പാപം കൊണ്ടുവരാം. The first reason for suffering would be sin. 2 നമ്മുടെ കയ്യിരിപ്പ് നമ്മുടെ അബദ്ധം കൊണ്ടുവരാം. The second would be our own handiwork. 3 എബ്രായലേഖനം 12:4 വാക്യം വായിക്കുമ്പോൾ The third is Hebrews chapter 3:12. ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന ഭാഗമായി ബാലശിക്ഷകൾ ദൈവം. God is disciplining us through suffering. നാലാമത്തേത് The fourth one is 1 പത്രോസ് 1:6-7 വാക്യങ്ങൾ. യാക്കോബ് ലേഖനം 1:3 വാക്യം പറയുന്നു, വിശ്വാസത്തിന്റെ പേരിൽ പരിശോധനകൾ വരും. 1 Peter 4 verse 13 and 1 and 6 says, it is because of our faith that we might face suffering. വിശ്വാസത്തിന്റെ പരിശോധനകൾ. Due to our faith. വിശ്വാസത്തിന്റെ പരിശോധനകൾ. We might be tried because of our faith. പത്രോസിന്റെ ലേഖനത്തിലെ പ്രധാന വിഷയം അതാണ്. യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം വിശ്വാസത്താൽ അവർ ഇറങ്ങിത്തിരിച്ചതിന്റെ പേരിൽ അവർക്ക് ലഭിച്ച കട്ടതയാണ് പത്രോസിന്റെ ലേഖനത്തിന്റെ കട്ടതകൾ. This is also the main theme of this book. That is the suffering that they had to endure because they stepped out in the Lord. നമ്മൾ എങ്ങനെയാണ് കട്ടതയിൽ പ്രതികരിക്കുന്നത്? How do we react to our suffering? ഞാൻ ആദ്യം പറഞ്ഞു 4 റീസൺ പറഞ്ഞു. I gave you 4 reasons for suffering. ഇനി റിയാക്ഷൻ ഡ്യൂറിംഗ് സഫറിംഗ്. സഫറിംഗ് സമയത്ത് നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണ്? 4 പറയാം. Now next is our reaction to the suffering. 1 പത്രോസ് 2:23 വാക്യം. ഈ 1 പത്രോസ് ലേഖനം മാത്രം നോക്കിയാൽ മതി. 4 അതിനകത്തുനിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. 1 Peter chapter 2 verse 23 please. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? What is written there? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് തിരിച്ച് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം പരമേൽപ്പിക്കണം. Who he when reviled not again, when he suffers he threatened not, but committed himself to him that judges righteously. നമ്മുടെ കർത്താവ് കഷ്ടം അനുഭവിച്ചപ്പോൾ കർത്താവ് ചെയ്ത കാര്യം എഴുതിയേക്കുന്നത്. This is what our Lord and Savior Jesus Christ did when he പ്രിയ suffered. സ്നേഹിത, നിന്റെ കട്ടതയിൽ പരാതികൾ പറയാതെ ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യമേൽപ്പിക്കുക. When you are suffering, give it unto the one that judges righteously. 1 പത്രോസ് 4:13 രണ്ടാമത്തെ കാര്യം കാണുന്നു. In first chapter 4:13 we see the second part. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നാം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നമ്മൾ സഫറിംഗ് റിജോയ്സ് ചെയ്യണം. We have to rejoice as much as we are partakers in the suffering of Christ. എന്താ കട്ടത റിസൾട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, റിസൾട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സന്തോഷിക്കേണ്ട കാരണമുണ്ട് കട്ടതയ്ക്കകത്ത്. Because when we listen to the results of the suffering, we rejoice. 1 പത്രോസ് 4:16 വായിക്കുന്നു. In 1 Peter 4:16 we read, കട്ടതയുടെ നടുവിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. we have to give God the glory in midst of our suffering. അവന്റെ നാമം ധരിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. We have to wear his word and give him glory. 1 പത്രോസ് 4:19 ഇങ്ങനെ വായിക്കുന്നു. In
4 verse 19 it says, നമുക്കെതിരെ തിന്മകൾ ചെയ്യുമ്പോൾ, when people are doing things against us, നമുക്കെതിരെ കട്ടതകൾ വലിച്ചെറിയുമ്പോൾ, when we are pushed into ദൈവ tribulation, ഇഷ്ടപ്രകാരം നമുക്ക് കഷ്ടം സഹിക്കുമ്പോൾ, and as we suffer because of God's wish, കണ്ടിന്യൂ തിന്മ ചെയ്യാനല്ല പറഞ്ഞത്, കണ്ടിന്യൂ നന്മ ചെയ്തുകൊണ്ടിരിക്കുക. that we should act righteously and not dishonestly. പ്രതികൂല നടുവിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം? How would we react in midst of ഒന്ന് suffering? കാര്യമായി വിധിക്കുന്നവന് മുന്നിൽ കാര്യങ്ങളെ പരമേൽപ്പിക്കണം. We have to give it over to the one who judges രണ്ട്, righteously. കട്ടതയിൽ കരഞ്ഞു തീർക്കാനല്ല പറഞ്ഞത്, സന്തോഷിക്കണം. The second is not lament but rejoice. മൂന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കണം. Third, we have to give God the glory. നാല്, നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. And we have to commit good instead of evil. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു റീസൺ ഫോർ സഫറിംഗ്. I told you about the reasons for suffering. നാലെണ്ണം നിങ്ങളോട് ഞാൻ പങ്കുവെച്ചു. The 4 reasons for suffering. റിയാക്ഷൻ ഡ്യൂറിംഗ് സഫറിംഗ്, എങ്ങനെ പ്രതികരിക്കണം. The second is our reaction to the suffering. നാലെണ്ണം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു. I gave you 4 points there. റിസൾട്ട് ഓഫ് സഫറിംഗ്, പ്രതികൂലത്തിന്റെ റിസൾട്ട് എന്താ, ഫലങ്ങൾ എന്താ? And what is the ultimate result of all the അതാ suffering? നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നാലെണ്ണം കാണാം. That is where we come back to our key ഞാൻ verse. നാലും വിശദീകരിക്കുന്നതിൽ ഒരു ഒറ്റ വാക്ക് മാത്രം വിശദീകരിക്കുന്നു. There's only one word I'd like to explain from there. എങ്ങനെയാണ് വചനം പറയുന്നത്? It goes like this. അവൻ ഈ കട്ടതയിലൂടെ ഞങ്ങളെ പ്യൂരിഫൈ ചെയ്യും, റിഫൈൻ ചെയ്യും, പെർഫെക്റ്റ് പേഴ്സൺ ആക്കി തീർക്കും. That he is refining us through the suffering and making us perfect. എന്താ അതിന്റെ അർത്ഥമെന്ന് അറിയാമോ? What is the meaning of that? God refines us through suffering. ദൈവം നമ്മളെ കട്ടതയിലൂടെ ഊതി കഴിച്ച് പൊന്നാക്കി പുറത്തെടുക്കുകയാണ്. It means that God is refining us through suffering. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, ഒരു ഭക്തൻ എഴുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. There is a statement that If you are suffering, it is because I am refining you. ഞാൻ നിന്നെ ഊതി കഴിക്കുകയാണ്, നീ കഷ്ടപ്പെടുന്നു എങ്കിൽ. The statement of faith goes like this. If you are suffering, it is because I am refining you. ഇന്ന് പകൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരത്തോടെ ദൈവത്തോട് നിരാശയോടെ സംസാരിക്കുന്നുവെങ്കിൽ, കട്ടതയാണ്, എനിക്ക് പ്രതികൂലമാണ്, എന്താ ഇത് മാറാത്തത് എന്ന് ചോദിക്കുന്നെങ്കിൽ, പരിശുദ്ധമ പറയുന്നു, ഈ കട്ടതയിലൂടെ ഞാൻ നിന്നെ ഊതി കഴിച്ച് ഒരു പെർഫെക്റ്റ് പേഴ്സണാക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? Hallelujah. Hallelujah. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുമ്പോൾ, And as I was praying in the presence of the Lord in the last few days, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ പലരും എൻ്റെ കൂടെ ഈ ഫോണിലൂടെ പ്രാർത്ഥനയ്ക്കായി എൻ്റെ കൂടെ കയറി. I was joined by many of my friends on phone. ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭക്തനായ പ്രാർത്ഥനാ മനുഷ്യൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഉച്ചയ്ക്ക് ഫോണിലൂടെ കയറി. There was a prayer warrior from Gujarat who joined me on phone. ഞാൻ സംസാരിക്കുമ്പോൾ ചോദിച്ചു, എന്ന് തീരും ഈ പ്രതികൂലങ്ങൾ? And I asked him, when will these sufferings end? എന്ന് ഇങ്ങനെ സംസാരിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ പദമാണ്, ഈ സീസൺ കഴിയും. And that is when God gave me the answer that this season will end. അപ്പോൾ എന്നാ കഴിയുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. And we have to think about when the season ends. ഒരിക്കൽ ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, സങ്കീർത്തനം 66:10 ഇങ്ങനെ പറയുന്നു. In Psalms 66 verse 10, 66:10 മുതൽ 12 വരെ വാക്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റമെങ്കിൽ നോക്കിക്കോ. പരിശുദ്ധാത്മാവിൽ ദാവീദ് പറഞ്ഞൊരു പദമാണ്. David says in those verse 10 verse 66 verse 10, ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. For you, O Lord, have proved us, for you have tried us as silver is tried. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയെ താൻ ഒരു താരതമ്യ പഠനം നടത്തുകയാണ്. David is doing a comparative study of his suffering with something അവിടെ else. 11 മുതൽ 12 വരെ തൻ്റെ കഷ്ടതയുടെ ഒരു പ്രോസസ് തന്നെ എഴുതിയിട്ടുണ്ട്. He is describing his suffering, his process of suffering. അത് വലയിൽ അകപ്പെടുത്തി എന്ന് പറയുന്നു, മുതുകത്ത് വലിയ ഭാരം വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. He has described it as many different sufferings. 12ാമത്തെ വാക്യത്തിൽ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി എന്ന് പറയുന്നു. In verse 12 it says, you have caused men to ride over our ഞങ്ങൾ heads. തീരും വെള്ളത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് പറയുന്നു. He says we went through as fire and through water. പക്ഷേ ഭക്തൻ പറഞ്ഞിട്ട് ഇങ്ങനെ അവസാനിപ്പിച്ചില്ല, അതിനകത്ത് ഞങ്ങൾ തീർന്നു പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. He doesn't say that we ended there. അതിലൊക്കെ ഞങ്ങൾ കടന്നു പോയെങ്കിലും, Even though we went through all of ചേർന്ന് that, പറയാമോ, എങ്കിലും
even though പ്രതികൂലത്തിന്റെ നടുവിലും in the midst of the suffering, സങ്കടത്തിന്റെ നടുവിലും in the midst of sadness, ഞങ്ങളെ റീസ്റ്റോർ ചെയ്ത് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. He restored us and brought us into wealth. എത്ര പേർക്ക് 2020 അവസാന ആഴ്ചയിൽ എന്റെ കൂടെ ചേർന്ന് പറയാൻ കഴിയോ? സങ്കടത്തിന്റെ നടുവിലോ, കട്ടതയുടെ നടുവിലോ, രോഗത്തിന്റെ നടുവിലോ ഞങ്ങളെ റീസ്റ്റോർ ചെയ്ത് ദൈവം മടക്കി കൊണ്ടുവന്നു. ഈ മനുഷ്യൻ പറഞ്ഞ താരതമ്യ പഠനം എന്താ? ഒരു സിൽവർ സ്മിത്ത് സിൽവറിനെ പ്യൂരിഫൈ ചെയ്യുന്നത് പോലെ നമ്മെ അവൻ റിഫൈൻ ചെയ്യുന്നു എന്ന്. David is comparing his suffering as to a silversmith refining silver. ഒന്നാമത് ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രോസസ്, ഈ സിൽവർ സ്മിത്ത് എന്ന നിങ്ങൾ എല്ലാവരെയും ഒരു തട്ടാന്റെ ശാലയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുകയാണ്. I would like to take you all to a silversmith's ഞാൻ എന്റെ കൊച്ചുപ്രായത്തിൽ workplace. സ്വർണ്ണപ്പണി ചെയ്യുന്ന, വെള്ളിപ്പണി ചെയ്യുന്ന തട്ടാന്മാരുടെ ആ ശാലയിൽ കടന്നു പോയിട്ടുണ്ട്. I've been to, in my younger days, I've been to a silversmith's workplace. അവർ ആദ്യം ചെയ്യുന്നത് കീടം പിടിച്ച്, ക്ലേ പിടിച്ച്, അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒത്തിരി സിൽവർ ഇരിക്കുന്നിടത്തുനിന്ന് ഒരു പീസിനെ അവർ അടർത്തി കൊണ്ടുവന്ന് താഴേക്ക് അവർ സ്ഥാനമാറ്റം കൊടുക്കുകയാണ്. The first thing that they do is they change the position of the silver they pick it from the dirt and bring it down to their First workshop. process സ്ഥാനചലനം സംഭവിക്കുകയാണ്. The first process is that you're in position. നമുക്കാർക്കും നമ്മൾ ഇരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് മൂവ് ചെയ്യാൻ താല്പര്യമില്ല. We all do not like to move from our comfort zones. നമ്മൾ ഇരിക്കുന്ന അതേപോലെ കീടം കൊണ്ടിരുന്നാ മതിയെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം. If we are contented with being dirty, we can just sit there. എന്നാൽ സ്ഥാനമാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് വേദനിച്ചെന്ന് വരാം. But if we are plucked from our comfort zones, we might be hurt. നാട്ടുകാർ പറയും അവന്റെ ആ പൊസിഷൻ അങ്ങ് താഴെ കൊണ്ടുപോയല്ലോ എന്ന് പറയും. And people might say, oh, he fell down from his positions. പക്ഷേ ഈ ലെവൽ എന്താ നിന്നെ താഴേക്ക് കൊണ്ടുപോകുന്നറിയാമോ? But the reason why you were taken down to his കുറച്ച് place, മണിക്കൂറുകൾ കഴിയുമ്പോൾ in a few hours, ഒരു മനുഷ്യന്റെ കയ്യിലെ മനോഹരമായ മോതിരമാക്കി മാറ്റാൻ നിനക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയാണ്. you would become a signet ring in someone's hand. That will be your change of നമ്മുടെ position again. കംഫോർട്ട് സോണുകളെ ദൈവം തൊടുന്നെങ്കിൽ ഓർത്തോ, ദൈവത്തിന്റെ കരത്തിലെ നല്ല ഒരു ആയുധമാക്കി ദൈവം നിന്നെ പണിയാൻ ആഗ്രഹിക്കുന്നു. If God plucks you from your comfort zone, remember that he's making you a good tool or a weapon. എടുത്തോണ്ട് വന്നിട്ട് ആ കീടമുള്ളതിനെ എടുത്തോണ്ട് വന്നിട്ട് ഈ സിൽവർ സ്മിത്ത് എന്ന രണ്ടാമത്തെ പ്രോസസ്സ്. The second process that the silversmith does after picking the dirty silver is തീയിലേക്ക് വലിച്ചെറിയുകയാണ്. he throws it into the furnace. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സിൽവർ സ്മിത്തിന്റെ ശാലയിൽ ചെന്നാൽ മിനിമം ഒരു 5-6 ഇൻസ്ട്രുമെന്റ്സ് അവിടെ കാണാൻ കഴിയും. We can see 5 to 6 instruments if you go to a silversmith's workplace. എന്ന് പറഞ്ഞാൽ ഒന്നാമത് സിൽവർ സ്മിത്തിന്റെ കൈ കാണുന്നത് ഒരു വലിയ ഫർണസാ. He will have a furnace. അത് കഴിഞ്ഞ് തീച്ചൂള, കറക്കെടുക്കുന്ന തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീച്ചൂളയാണ്. It has fire in it. രണ്ടാമത് ഈ തീയെ ഊതി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്ലോവർ അല്ലെങ്കിൽ പൈപ്പ് തന്റെ കൈ കാണും. He has bellows or a blower for air to enter. മൂന്നാമത് ഈ തീയിൽ നിന്ന് വെള്ളി ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൊടിൽ, നമ്മൾ മലയാളത്തിൽ കൊടിൽ എന്ന് പറയും, ഒരു ക്ലാമ്പ് തന്റെ കൈ കാണും. He has a pair of tongs to bring the silver out. നാലാമത് തന്റെ കൈ കാണുന്നത് ഈ വെള്ളി എടുത്ത ഉടനെ ഇടാൻ വേണ്ടിയിട്ട് വെള്ളം ഉള്ള ഒരു പോട്ട്, ഒരു പാത്രം കാണും. And then there is a pot filled with water to quench the silver. അഞ്ചാമത്തെ തന്റെ കാണുന്ന അറിയാമോ, ഈ വെള്ളിയെ ഈ തീക്കകത്തോട്ട് ഇടുമ്പോൾ നോക്കാൻ വേണ്ടി ഒരു മാഗ്നിഫൈ ഗ്ലാസ് തന്റെ കാണും. And then there'll be a magnifying glass to check the purity of the silver. ആറാമത്തെ തന്റെ കാണുന്നത് ഇതെല്ലാം പണിയെല്ലാം കഴിയുമ്പോൾ സൂക്ഷിച്ചു വെക്കാൻ ഒരു ട്രഷർ ബോക്സ് തന്റെ കാണും. And he will also have a box to keep the silver when എന്താ ഈ മനുഷ്യൻ ചെയ്യുന്നത് നോക്കിക്കോണേ. കാരണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ എനിക്ക് അങ്ങനെ എവിടെ പറഞ്ഞതായി ഓർമ്മ വരുന്നെങ്കിലും നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിലും ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവർ പരിശുദ്ധാത്മാവിനെ ഇന്ന് പകൽ പണിയപ്പെടാൻ പോകുക. അതുകൊണ്ട് ആത്മാവിൽ സ്തോത്രം ചെയ്ത് മെസ്സേജ് ഏറ്റെടുത്തോളം. ആദ്യമായി ഈ മനുഷ്യൻ ചെയ്യുന്നത് കൊണ്ടുവന്ന് തീയിലേക്ക് വലിച്ചെറിയുകയാണ്. The first thing that he does is throw it into the fire. സഹോദര, ഒരു പൊന്നോ വെള്ളിയോ കീടം നീങ്ങി ഒരു പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ ഒറ്റ മാധ്യമേ ഉള്ളൂ, അത് തീ തന്നെയാണ്. If you have to purify silver or gold, it has to go into the furnace. ഒരു ഫ്രീസറിലോ റെഫ്രിജറേറ്ററിലോ വെച്ച് ഒരിക്കലും ഒരു വെള്ളിയുടെ കീടം തീർക്കാൻ പറ്റത്തില്ല. You cannot change purify it putting in a ഇന്ന് refrigerator. പകൽ ആരോടൊക്കെ ദൈവം ഇടപെടുന്നു.
കംഫോർട്ട് സോണിലല്ല നീ പണിയപ്പെടുന്നത്, തീച്ചൂളയിലാണ് ദൈവം നിന്നെ പണിയുന്നത്. ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാൻ പറയാ, തീച്ചൂള മാത്രമാണ് പൊന്നിന്റെ അല്ലെങ്കിൽ കീടം നീങ്ങുവാൻ ഒരു മാധ്യമമായി ഉള്ളത്. It is not in your comfort zones that you are built, but your impurities are removed only in the furnace or fire. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമല്ലോ, ഈ തീയിലേക്ക് ഈ ചെറിയ ഓബ്ജക്റ്റ് താൻ വലിച്ചെറിഞ്ഞിട്ട് As he is throwing this silver piece of silver into the fire, ഒരു കൈ കൊണ്ട് പൈപ്പിനകത്ത് ഊതി തീക്ക് അതിന്റെ ശക്തി കൂട്ടുന്നു. and he's blowing the bellows so the air enters and there's fire. മറ്റേ കൈ കൊണ്ട് താൻ മാഗ്നിഫൈ ക്ലാസ്സിൽ തീ അല്ല നോക്കുന്നത്, ആ ഓബ്ജക്റ്റിലേക്ക് നോക്കുകയാണ്. And using a magnifying glass, he's looking at the piece of silver. ഒന്നും കൂടെ പറയാം, തീയിലേക്ക് വലിച്ചെറിഞ്ഞ ദൈവം The God who put you into the fire, തീയിലല്ല നോക്കുന്നത്, he doesn't look at the fire. തീക്കകത്തു കിടക്കുന്ന നിന്നെയാ നോക്കുന്നത്. Looking at you who is in the ഒന്നുകൂടെ ഞാൻ fire. ആവർത്തിച്ച് പറയാം, നാം പലപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്നുകൊണ്ട് കർത്താവേ ഞങ്ങളെ നീ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയോ, തീയല്ല ഞാൻ നോക്കുന്നത്, തീക്കകത്ത് നിന്നെയാ ഞാൻ നോക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്നേഹിതർ, നിന്റെ പ്രശ്നത്തെക്കാൾ, പ്രശ്നത്തിന്റെ ആഴത്തേക്കാൾ, പ്രശ്നത്തിന് നടുവിൽ നീ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കുന്ന ഒരു നല്ല സിൽവർ സ്മിത്ത്. Because the silversmith, the big silversmith is looking at how you are behaving in this furnace, in this fire. ഇങ്ങനെ ആ ഓബ്ജക്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക മാഗ്നിഫൈ ക്ലാസ്സിൽ. And as he's looking into this silver, ഒരു കയ്യിലെ പൈപ്പിലൂടെ ഊതി നല്ല തീ വർദ്ധിപ്പിക്കുന്നുണ്ട്. and in one end he is bellowing air into the furnace. ഒരു പ്രത്യേക നിമിഷം എത്തിയപ്പോൾ And at one point താൻ ആ കൊടിൽ കൊണ്ട് ഈ ഓബ്ജക്റ്റ് പെട്ടെന്ന് പുറത്തെടുത്തു. he took the silver using the tongs, എന്നിട്ട് അതിനൊന്ന് ഊതി and he blew on it, വെള്ളത്തിലേക്ക് ഇട്ടു. and he quenched it. എടുത്ത് താൻ വീണ്ടും ഇങ്ങനെ നോക്കുകയാണ്, സൂക്ഷിച്ചു നോക്കുകയാണ്. And when he took it out of the water and looked at it, തീന്ന് പുറത്തു വന്നപ്പോൾ നമ്മൾ പറഞ്ഞ ആശ്വാസമായി. and when we came out of the furnace, we said, oh, it's സിൽവർ all സ്മിത്ത് good. ഒന്ന് ഊതിയപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം പ്രശ്നങ്ങൾ തീർന്നു. And when the silversmith blew on us, we പിന്നെ imagined it's വെള്ളത്തിലേക്ക് all good. ഇട്ടപ്പോഴും തണുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. And when we were quenched in the water, we thought everything is all എന്നാൽ good. സങ്കീർത്തനം 12:6 ഇങ്ങനെ വാക്യമുണ്ട്. But in Psalms 12:6 it says, 7 പ്രാവശ്യം വെള്ളി ഊതി കഴിക്കുന്നു എന്ന്. as silver is tried for 7 times, എന്നാലേ അത് അതിൻ്റെതായ നിർമ്മലതയിലേക്ക് വരത്തുള്ളൂ. only then will it be completely ഒരു purified. പ്രശ്നം അങ്ങോട്ട് എടുത്ത ഉടനെ നമ്മൾ വിചാരിച്ചു പ്രശ്നങ്ങളെല്ലാം തീർന്നു. After one problem's over and we were taken away, we thought വീണ്ടും ഈ everything's good. മനുഷ്യൻ അതിലേക്ക് തിരിച്ചു വെക്കുകയാണ്. And then again we are into the ഒന്ന് fire. മാറി പ്രശ്നങ്ങളാണെന്ന് പലപ്പോഴും പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുമ്പോൾ ഓർത്തോണം, തീയിൽ കിടക്കുന്ന ഓബ്ജക്റ്റ് ആകുന്ന എനിക്കറിയത്തില്ല, എന്തിനാ തീയിൽ വലിച്ചെറിഞ്ഞെന്ന തീയിലേക്ക് വലിച്ചിട്ട് ദൈവത്തിനറിയോ എന്തിനാണ് എന്നെ തീയിൽ കയറ്റി വിടുന്നതെന്ന്. As we go over sufferings, we do not know what we are going through, but our silversmith knows what we are going ഇങ്ങനെ through. പലവട്ടം പ്രോസസ്സ് കഴിഞ്ഞു. As this process continues many times, 6-7 വട്ടമായി. 7 to 8 times, ഏഴാമത്തെ പ്രാവശ്യമായപ്പോൾ and when it's the 7th time, ഈ മനുഷ്യൻ പെട്ടെന്ന് അതിനെ എടുത്തു, വെള്ളത്തിലിട്ടു, ഒന്ന് ഊതി, സൂക്ഷിച്ചത് നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഇത് ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞു. the silversmith takes it out, blows on it, quenches it, and takes it out and says it's all good ഞാൻ now. ഈ മനുഷ്യരെ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാ ഏത് യൂണിറ്റിലാ പറഞ്ഞ ഇത് ശരിയായെന്ന്? And I asked the silversmith, what measure do you use for the purity of the എല്ലാ silver? മെറ്റലും എല്ലാ ലോകത്തിനും അളക്കാൻ ഒരു യൂണിറ്റ് ഉണ്ട്. There is a measure of ഞാൻ സംസാരിക്കുന്ന ഈ മൈക്രോഫോണിന്റെ വോളിയം പോലും ഒരു യൂണിറ്റ് വെച്ചാണ് ഈ കുഞ്ഞുങ്ങൾ റെഡിയാക്കിയേക്കുന്നത്. even the volume of this microphone is a unit. ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത് ഒരു യൂണിറ്റ് വെച്ചിട്ടാ. The building is built on a unit of measurement. നാം കടയിൽ പോയി ഒരു സാധനം തൂക്കി വാങ്ങിക്കുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാ. When we go to a grocery, we buy things according to a unit of measurement. നാം ഇങ്ങനെ നിൽക്കുന്നത്, ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് ഒരു യൂണിറ്റിലാണ് നിൽക്കുന്നത്. We are standing here as a unit using a സകല unit of measurement. വസ്തുക്കളും അളക്കുവാൻ യൂണിറ്റ് ഉണ്ട്. There is a unit of measurement for everything. നമ്മുടെ നാട്ടിലെ പഴയ സിൽവർ സ്മിത്ത് തട്ടാന്മാര് എങ്ങനെയാണ് ഇത് നോക്കിയിട്ട് ഇത് ശുദ്ധിയായെന്ന് പറയുന്നേ? The old silversmiths in our country, how do they look at the silver and say it's good? ഒറിജിനൽ സിൽവർ ആയാൽ, If it's original silver, ഒറിജിനൽ സിൽവർ സ്മിത്ത് ഇങ്ങനെയാണ് പറയുന്നത്. this is what the original silversmith would say. ഞാൻ ഇതിനെ നോക്കുമ്പോൾ When I look at it, എൻ്റെ മുഖം
ഇതിനകത്ത് ക്ലിയർ ആയി റിഫ്ലക്റ്റ് ചെയ്യുന്നെങ്കിൽ, if my face reflects on the silver, എന്റെ ഇമേജ് ഇതിനകത്ത് കറക്റ്റ് ആയി റിഫ്ലക്റ്റ് ചെയ്യുന്നെങ്കിൽ, if my images reflect on this piece of silver, ഇത് പെർഫെക്റ്റ് സിൽവർ ആയി. it's perfect silver. കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? Amen. Hallelujah. മനസ്സിലാർ കർത്താവ് സ്തോത്രം ചെയ്താട്ട്. Hallelujah. ഇങ്ങനെ ഉലയിൽ കിടന്ന് ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത് കഴിയുമ്പോൾ, After this, the silver has been through the furnace 7 times. ഒറിജിനൽ സിൽവർ സ്മിത്ത് കൊടിൽ കൊണ്ടത് പൊക്കിയെടുക്കും. As the silversmith takes it out with the tongue, അതിനെ തന്റെ മുഖത്തോടൊന്ന് വെച്ചിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കും. he looks at it very closely. നോക്കുമ്പോൾ ഈ സിൽവർ സ്മിത്തിന്റെ ഇമേജ്, ആ തേജസ് ഈ ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നു. And when he looks at it, his image is reflected ആ on the piece of തേജസ് എന്ന് silver. വെളിപ്പെടുന്നു, അന്ന് വരെ നമുക്ക് കട്ടതയുണ്ട്. Until that image is reflected on us, we will have suffering. കർത്താവിനെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. Can we raise our എബ്രായ hands ലേഖനം and praise? 12:10 ഇങ്ങനെ വായിക്കുന്നു. Hebrews 12:10, it reads like this. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ അവൻ ശിക്ഷിക്കുന്നു. For he has chastised us after their own pleasure, but he for our profit, but we might be partakers in his holiness. ദൈവവൈതന്റെ കട്ടത ഇന്നും നാളെയും കൊണ്ട് തീരത്തില്ല. Our sufferings will not end today or tomorrow. പാസ്റ്റർ ആദ്യം പറഞ്ഞ പദത്തിന് ഓപ്പോസിറ്റ് അല്ലേ പാസ്റ്റർ പറയുന്നത്? Pastor, are you speaking opposite of what you started with? പാസ്റ്റർ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞത്, I said like this when നമ്മുടെ I കട്ടതയ്ക്ക് started. ഒരു സീസൺ ഉണ്ടെന്ന്. Our suffering has a season. അതെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇടത്തിൽ അനുഭവിക്കുന്ന പല കട്ടതകളും അത് മാറാൻ പോകുക. പക്ഷേ നമ്മുടെ കട്ടതയുടെ അവസാനം എന്നറിയാമോ? നാം അവന്റെ തേജസ് പ്രാപിക്കുന്നിടം ആ ദിവസമാണ് നമ്മുടെ കട്ടത മാറിപ്പോകുന്നത്. Our sufferings in this flesh is going to end only when we receive eternal glory. ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് ദൈവത്തിന്റെ ഇമേജ് തേജസ് നഷ്ടപ്പെട്ടവരായി മനുഷ്യൻ പുറത്തിറങ്ങി. In the Garden of Eden, we lost our image of ആ God. ഇമേജ് മടങ്ങി നമുക്ക് ലഭിക്കുന്നിടം വരെ And until we receive back that image, നാം അവന്റെ തേജസ് പ്രാപിക്കുന്നിടം വരെ, until we receive his glory, ഈ ഭൂമിയിൽ ജഡത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്. we will have sufferings in this flesh. സഹോദരങ്ങളെ, നമ്മുടെ കട്ടതയല്ലേ നമ്മെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് And കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. is it our sufferings that are purifying us? ശൗലില്ലായിരുന്നു എങ്കിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ദാവീദ് രൂപപ്പെട്ടു If there വരത്തില്ലായിരുന്നു. was no Saul, there would be no David. സഹോദരന്മാരില്ലായിരുന്നു എങ്കിൽ ജോസഫ് ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്ററായി പുറത്തു വരത്തില്ലായിരുന്നു. And if Joseph did not have his brothers, he would not become the prime പെനീന minister. എന്നൊരു വ്യക്തിത്വമില്ലായിരുന്നെങ്കിൽ ഹന്നയുടെ അകത്ത് കിടക്കുന്ന പ്രാർത്ഥനാമശം പുറത്തു വരത്തില്ലായിരുന്നു. If there was no Penina, there would be no Hannah. ഒരു കാരാഗ്രഹവും കട്ടതയുമില്ലായിരുന്നെങ്കിൽ എന്റെ അകത്ത് കിടന്ന സുശേഷകൻ പുറത്തു വരത്തില്ലായിരുന്നു. If I did not personally go through prison, I would not have come out as a എന്നും preacher. നമ്മുടെ കട്ടതകൾ നമ്മെ പണിതെടുത്ത് പെർഫെക്റ്റ് മനുഷ്യരാക്കി തീർക്കുവാൻ ദൈവം നമ്മോട് കൂടെ ചേർന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Our God is putting us through sufferings so that we might become perfect in him. എബ്രായർ 2-ാമത്തെയും 10-ാമത്തെ വാക്യം കർത്താവിനെ കുറിച്ച് പറഞ്ഞൊരു പദമുണ്ട്. Hebrews 2:10 reads like അവിടെ this. ഇങ്ങനെ മലയാളത്തിൽ വായിക്കുന്നു, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നു. Bringing many sons to glory, to make the captain of their salvation perfect through their suffering. നമ്മെ തേജസ്സിലേക്ക് കൊണ്ടുപോകാൻ, And to bring us to glory. യേശുവിനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. Jesus became perfect in suffering. ക്രൂശ് ക്രിസ്തുവിനെ തികഞ്ഞവനാക്കി എന്നല്ലേ ഈ വചനം നമ്മോട് പറയുന്നത്? Doesn't it say that the crucifixion made Jesus perfect in suffering? അങ്ങനെയെങ്കിൽ നമ്മുടെ കഷ്ടതയിൽ നമ്മൾ പരാതി പറയണ്ട. So we should not be complaining during our suffering. കഷ്ടതയുടെ റിസൾട്ട് എന്ന് പറയുന്നത് തേജസ് കൊണ്ടുവരുന്നതാ. The result of our sufferings is glory. ഈ പാൻഡമിക് നോക്കി നമ്മൾ നിരാശപ്പെടണ്ട. Do not be dismayed by this pandemic. ശരീരത്തിൽ പിടിച്ച രോഗത്തെ നോക്കി നമ്മൾ ഭാരപ്പെടണ്ട. Do not be disheartened because of ഏതെങ്കിലും this തരത്തിൽ disease. സഫറിംഗ് നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഭാരപ്പെടണ്ട. നമ്മുടെ കട്ടതയിൽ കർത്താവിനെ തള്ളി പറയാതെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ട്. അത് ദിവ്യ തേജസ്സാണ്. ഹല്ലേലൂയ. 1
രണ്ട് വാക്യം പറഞ്ഞ് എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുക. I would like to one or two verses more and end my message. കൊരിന്ത്യർക്ക് രണ്ടാമത്തെ ലേഖനം 4:17 ഇങ്ങനെ വായിക്കുന്നു. 2 Corinthians 4:14. എനിക്ക് ഇഷ്ടമുള്ള വേദപുസ്തകത്തിലെ ആഴമുള്ള രണ്ട് വാക്യങ്ങൾ. അതിങ്ങനെയാണ്: നോടി നേരത്തേക്കുള്ള, സ്ഥലത്ത് നിങ്ങൾ നോക്കി വായിക്കുന്നതായിരിക്കും. നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. അടുത്ത പദം ശ്രദ്ധിക്കൂ: അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകാലം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കഷ്ടത്തിൻ്റെ റിസൾട്ട് എന്താ? സഫറിങ്ങിൻ്റെ റിസൾട്ട് എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചത് ഒന്നാമത് നിങ്ങളോട് പറഞ്ഞു റീസൺ ഫോർ ദ സഫറിങ്, രണ്ടാമത് പറഞ്ഞു റിയാക്ഷൻ ഫോർ സഫറിങ്, മൂന്നാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെയാണ് റിസൾട്ട് ഓഫ് സഫറിങ്. എന്താ റിസൾട്ട് എന്നറിയാമോ? നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. For a light affliction which is but for a moment works for us far more exceedingly an eternal weight of glory. വെളിപ്പാട് പുസ്തകം 21-ാം 3 മുതൽ 5 വരെ വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം ഞാൻ കേട്ടു. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടിയിരിക്കും. അടുത്ത പദമേ ശ്രദ്ധിക്കൂ. അടുത്ത പദം ഇങ്ങനെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും, ഇനി മരണമുണ്ടാകില്ല, ഇനി ദുഃഖവും മുറവിളിയും ഉണ്ടാകില്ല. അടുത്ത പദം ശ്രദ്ധിക്കൂ: ഇനി കഷ്ടത ഉണ്ടാകില്ല. സഫറിങ് വിൽ എൻഡ് ഓവർ ദെയർ. അവിടെ വെച്ച് നമ്മുടെ സഫറിങ് തീരും. ഇന്ന് പകൽ എത്ര പേര് സന്തോഷിക്കുന്നു? നമ്മുടെ സഫറിങ് ലഘുവായ സഫറിങ്. Our suffering is light. നമ്മുടെ സഫറിങ് സ്വല്പകാലത്തേക്കേ ഉള്ളൂ. Our suffering is only for a little. കഷ്ടതകളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ When sufferings come into our lives, പലപ്പോഴും നമ്മൾ നിരാശ പറഞ്ഞിട്ടുണ്ട്. we are often dismayed. നാം പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമായി: എന്ന് തീരും കർത്താവേ ഈ സഫറിങ്? And we ask God, when will the suffering end? ഒന്ന് മാറി പ്രശ്നത്തോടെ കടന്നു പോകുകയാണ്. And as we are piling upon suffering, എന്ന് പകൽ നിങ്ങളെ തീയിലേക്ക് കർത്താവ് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ, if God has put you in the furnace, സ്റ്റിൽ നിങ്ങൾ പലതിൽ സഫർ ചെയ്യുന്നെങ്കിൽ, and if you're still suffering, ദൈവം നിങ്ങളെ റിഫൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. God is refining you. എന്തിനെന്നറിയാമോ? Why? പ്യൂരിഫൈ ചെയ്ത് പെർഫെക്റ്റ് ഒരു ദൈവ പൈതലാക്കി അവന്റെ തേജസ് റിഫ്ലക്ട് ചെയ്യുന്നവരാക്കി തീർക്കാം. To purify you and make you to reflect His പ്രിയ image. മാതാവേ, നിങ്ങളുടെ കഷ്ടത ലഘു കാലത്തേക്കുള്ളതാ. Your suffering is only for a small ഭക്തനായ time. പൗലോസ് പറയുന്നു, അത് നോടി നേരത്തേക്കേ ഉള്ളൂ. It is a light suffering that is just for a ആ moment. ഈ കഷ്ടതയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ തയ്യാറായാൽ, And if you are ready to stand in this suffering, അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകാലം നിങ്ങൾ പ്രാപിപ്പാനിടയായി തീരും. you would receive the light of eternal glory. ഈ പ്രതികൂലത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ടോ? Have you been dismayed in this trouble? ഈ പ്രതികൂലത്തിൽ നിങ്ങൾ വിശ്വാസം ഇടിച്ചു പോയിട്ടുണ്ടോ? Has your faith been tired in this trouble? എന്റെ പ്രിയ സഭാവിശ്വാസികളോട് ഹൃദയത്തിന്റെ ഭാഷ നിങ്ങളോട് ഞാൻ പറയുന്നു. And in my words I would like to tell you, നിങ്ങളുടെ കഷ്ടതകൾക്ക് ഒരു വിരാമമുണ്ട്. there is an end to your suffering. പിടിച്ചു നിൽക്കണം വിശ്വാസത്തിൽ. Stand firm in the faith. കർത്താവിനെ വിട്ടെങ്ങും പോകരുത്. Do not leave our God. പ്രശ്നങ്ങളുടെ നടുവിൽ പരാതി പറഞ്ഞു തീർക്കാനല്ല, സന്തോഷിച്ചു തീർക്കണം നിങ്ങൾ. Do not be dismayed and be complaining. പ്രശ്നങ്ങളോട് നിങ്ങളുടെ പ്രതികരണം ആനന്ദമായി തീരട്ടെ. Your rejoicing should be the answer to your suffering. നീതിയായി ന്യായം വിധിക്കുന്നവന്റെ കരത്തിൽ കാര്യങ്ങളെ കൊടുക്കുക. Give your case unto the one who judges righteously. ഈ കഷ്ടതയിൽ സന്തോഷിച്ച് ആനന്ദിച്ച് നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ. We have to rejoice and do good in this suffering that we are going through right The now. suffering will end. അന്ന് തേജസ് പ്രാപിക്കുമ്പോൾ, അവനോടൊപ്പം ചെല്ലുമ്പോൾ, അവന്റെ കൈ കൊണ്ട് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുമ്പോൾ നമ്മുടെ കഷ്ടതയ്ക്ക് മാറ്റമുണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നു നിത്യ തേജസ്സിലേക്ക്? ധനം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ! സന്തോഷമുള്ള ദൈവത്തിന്റെ മക്കൾ, പ്രത്യാശയുള്ള ദൈവത്തിന്റെ മക്കൾ, കഷ്ടതയിലും ആനന്ദിക്കുന്നവർ കരങ്ങളെ ഉയർത്തി, കരങ്ങളെ വീശി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ! ദേശാടന പക്ഷി കരയാറില്ല. Migratory birds do not cry. ദേശാടന പക്ഷി ഒരിക്കലും കരയാറില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. I've heard migratory birds never cry. പ്രതികൂല കാലാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ
സാഹചര്യങ്ങൾ മാറി മറയുമ്പോൾ അവിടുന്ന് പറന്നങ്ങ് പൊങ്ങും ഈ ദേശാടന പക്ഷി. As situations and climate changes from in one place, this bird just flies away from there. ഏറ്റവും വലിയ കട്ടതയാകുന്ന ട്രിപ്പുലേഷൻ ഈ ഭൂമിയിൽ വരാൻ കാലമായിരിക്കുന്നു. The great tribulation it's time for the great tribulation to come. അതിനു മുമ്പ് And before that, തന്റെ സഭ ചിറകടിച്ച് പറന്നുയരും. his church will rise up. ലോകത്തിലെ ഏറ്റവും വലിയ കട്ടതയുടെ കാലമാകുന്ന മഹാപീഡനകാലം അടുത്തു വരാറായി. അതിനു മുമ്പ് ദൈവസഭ ചിറകടിച്ച് പറന്ന് കർത്താവിന്റെ കൂടെ ചേരും. റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്ത ഒരു യാത്ര, തിരിച്ചു വരാത്ത ഒരു യാത്ര, നിത്യയുഗങ്ങൾ അവനോട് പാർക്കുന്ന ഒരു യാത്ര. ഈ കാലമെല്ലാം കഴിയും, കാണുന്നതെല്ലാം മാറിപ്പോകും, പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രത്യാശയുള്ള ദൈവത്തിന്റെ മക്കൾ കരങ്ങളടിച്ച് എന്റെ കൂടെ ചേർന്ന് പാടിക്കേ. ഈ കാലമെല്ലാം കഴിയാൻ പോകുക, ഈ പീഡനമെല്ലാം കഴിയാൻ പോകുക, ഈ കട്ടതെല്ലാം കഴിയാൻ പോകുക. പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. ഓ കാലമെല്ലാം കഴിയൂ, ഇന്നു കാൺമതെല്ലാം കഴിയൂ. ഓ കാലമെല്ലാം കഴിയൂ, ഇന്നു കാൺമതെല്ലാം അഴിയൂ. പിന്നെ പുതുയുഗം വിരിയൂ, തിരികെ വരാതെ നാം നിത്യതയിൽ മറയൂ. പ്രത്യാശയോടെ പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയൂ. പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ. ഓ തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരേ. ഓ തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരേ. തിരുസന്നിധി ചേർത്തുടൻ കൈകളാൽ അവരുടെ കണ്ണുകൾ തുടച്ചിടുവാൻ. തിരുസന്നിധി ചേർത്തുടൻ കൈകളുടെ കണ്ണുകൾ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാ യേശുരാജൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. ഓ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. ഓഹോ സ്വന്ത ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരേ. ഓ സ്വന്ത ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരേ. വന്നു ബന്ധിതരാക്കിയ തീടുവാ. വന്നു ബന്ധിതരാക്കിയ ധാർമ്മികളാ അവർ കണ്ടം വരൂ തീടുവാ. ചെറുപാടിക്ക് പ്രതിഫലം ഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. ഓ കാലമെല്ലാം കഴിയൂ,
ഇന്നു കാണുന്നതെല്ലാം അഴിയോ, കാലമെല്ലാം കഴിയോ, ഇന്നു കാണുന്നതെല്ലാം അഴിയോ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ. ഓ പിന്നെ പുതുയുഗം വിരിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ അറിയൂ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ അറിയൂ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ അറിയൂ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ പ്രത്യാശയോടെ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ അറിയൂ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നമ്മുടെ സഫറിങ്സ് എല്ലാം തീരും. നമ്മുടെ സഫറിങ്സ് നടുവിൽ ദൈവത്തിന്റെ കൃപ നൽകി നമ്മെ പെർഫെക്റ്റ് ആയ ഒരു ദൈവ വൈതലാക്കി നമ്മെ തീർക്കുവാ ദൈവം നമ്മെ പണിഞ്ഞുകൊണ്ടിരിക്കുകയോ. ഈ ചുവടിൽ കടന്നു പോകുന്ന ഒരു ചെറിയ സിൽവർ കഷ്ണത്തിന് സിൽവർ സ്മിത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അതിനെ ശുദ്ധീകരിച്ച് തന്റെ ഫേസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റ് ആക്കി അതിനെ മാറ്റണം. ഏതെങ്കിലും കഷ്ടതയിലൂടെ ഇന്ന് പകൽ നീ കടന്നു പോകുന്നെങ്കിൽ, വിശ്വാസത്തിന്റെ പരിശോധനയാണെങ്കിൽ, ബാലശിക്ഷയാണെങ്കിൽ, പരാതി പറയണ്ട, സങ്കടങ്ങൾ പറയണ്ട, അതിന്റെ കാരണക്കാരെ പഴിക്കണ്ട. അവരെ ദൈവം ഉപയോഗിക്കുക. ഒരു പെണ്ണിനെ ഉപയോഗിച്ചതുപോലെ, യോസഫിന്റെ സഹോദരന്മാരെ ഉപയോഗിച്ചതുപോലെ, ശൗലിനെ ഉപയോഗിച്ചതുപോലെ ദൈവം ഉപയോഗിക്കുക. എന്തിനെന്നറിയാമോ? ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാക്കി നിന്നെ മാറ്റാൻ. എത്രയോ കട്ടതയിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ എത്രയോ നല്ല ഗുണപാഠങ്ങൾ പഠിപ്പിച്ച് നമ്മെ കർത്താവ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകൽ ഈ സഫറിങ്സിൽ എനിക്ക് ചില നല്ല റിസൾട്ട് ലഭിക്കാൻ പോകുന്നു എന്ന് കർത്താവിൽ പ്രതീക്ഷിച്ചാട്ട് ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 1 പത്രോസ് 5-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചത് ഇങ്ങനെയാണല്ലോ: അല്പകാലത്തെ കട്ടതയുടെ സീസൺ കഴിയും, നിത്യമായ തേജസ്സിനായി നമ്മെ വിളിച്ച ദൈവം തന്നെ അവന്റെ കൃപ നൽകി. കട്ടതയുടെ നടിയിൽ അവന്റെ കൃപ നമുക്ക് നൽകി. അവന്റെ കൃപ നമുക്ക് നൽകി. അവന്റെ കൃപ നമുക്ക് നൽകി. ഈ കട്ടതയിലൂടെ ഒരു പെർഫെക്റ്റ് മനുഷ്യരാക്കി നമ്മെ പ്യൂരിഫൈ ചെയ്ത് അവൻ പുറത്തു കൊണ്ടുവരും. ഈ വചനങ്ങൾ നിങ്ങളെ ഉറപ്പിക്കട്ടെ, നിങ്ങളെ എസ്റ്റാബ്ലിഷ് റീസ്റ്റോർ ചെയ്യും. ഈ കട്ടതയിലൂടെ ദൈവം നിങ്ങളെ റീസ്റ്റോർ ചെയ്യും. ദൈവം നിങ്ങളെ റീസ്റ്റോർ ചെയ്യും, പെർഫെക്റ്റ് മനുഷ്യനാക്കി മാറ്റും, കൺഫേം ചെയ്യും, സ്ട്രോങ് മനുഷ്യനാക്കി മാറ്റും, സെറ്റിൽ ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഈ കട്ടത എന്നെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. നിത്യതയിൽ തേജസ്സിന്റെ കനമുള്ള തേജസ് പ്രാപിപ്പ എന്നെ ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, നീ ഇന്ന് പകൽ കട്ടതയുടെ തീച്ചുളയുടെ കടന്നു പോകുന്നത് ആയേക്കാം. നിന്റെ കട്ടതയിൽ ദൈവകൃപ നൽകുന്ന ഒരു കർത്താവിന് സാന്നിധ്യമുണ്ട്. നിന്റെ കട്ടതയിലൂടെ കർത്താവ് നിന്നെ പണിഞ്ഞ് അതിന് ഉത്തരം നൽകി ദൈവത്തിന്റെ തേജസ്സിലേക്ക് നിന്നെ നയിക്കുകയാണ്. നോട്ട് നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ് നൽകുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ കട്ടതയിൽ നമുക്ക് പ്രശംസിച്ചുകൂടാ? എന്തുകൊണ്ട് ഈ കട്ടതയിൽ സന്തോഷിച്ചുകൂടാ? നിത്യ തേജസ്സും ഈ ഭൂമിയിലെ ലഘുവായ കഷ്ടതയും കൂടെ പൗലോസ് താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ
പൗലോസ് പറഞ്ഞു, ഈ കട്ടത ലഘുവാണ്, തേജസ് ഘനമുള്ളതാണ്. ആ തേജസ്സിന് വേണ്ടി നമുക്ക് പാർക്കാം. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പകൽ ഏതെങ്കിലും കട്ടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇറ്റ് വിൽ എൻഡ്, അത് തീരാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജനറേഷൻ, നമ്മുടെ തലമുറ യേശുവിന്റെ വരവ് കാണും. നമ്മുടെ ജനറേഷൻ യേശുവിന്റെ വരവ് കാണും. നാം അതിന്റെ വാതിൽക്ക് വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ഈ മക്കൾ പറ, എന്റെ കട്ടത ഫിനിഷ് ആകുവാൻ കാലമായി. സ്വർഗീയ പിതാവേ, ഞാൻ ഈ പകൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വ്യത്യസ്തമായ നിലവാരത്തിൽ ചെറുതാകട്ടെ വലുതാകട്ടെ കട്ടതയിലൂടെ സഫറിങ്സിലൂടെ കടന്നു പോകുന്നു. നാഥ, ഞങ്ങൾ ഒന്നറിയുന്നു, ഞങ്ങളുടെ നാഥന്റെ വരവ് ഏറ്റവും ആസന്നമായി. നിന്റെ തേജസ് പ്രാപിപ്പാൻ ഞങ്ങൾ നീ പണിതെടുത്തു കൊണ്ടുവരികയാണ്. ദിവസങ്ങൾ നിന്നെ തള്ളിപ്പറയാതെ, നിന്നോട് പരാതി പറയാതെ, ന്യായമായി വിധിക്കുന്നവന്റെ കരത്തിൽ കാര്യങ്ങളെ കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആത്മാവിൽ മുന്നേറുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ ആരാധന കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. സൂമിലൂടെ, യൂട്യൂബിലൂടെ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധന സംബന്ധിച്ച ഹൃദയത്തിൽ വലിയ തേജസ്സിന്റെ പ്രത്യാശ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ നിത്യ തേജസ്സിനെ കുറിച്ച്, കർത്താവെ നിത്യതയെ കുറിച്ച് ആ സന്തോഷം പ്രാപിപ്പാൻ ജനത്തെ പിന്നെ ഒരുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലുള്ളതായ കഷ്ടതകളും ഈ ഭൂമിയുള്ള സകലവും ഹല്ലേലൂയ താൽക്കാലികമാണെന്നും നിത്യമായി ഒന്നിനു വേണ്ടി പോരാടുവാൻ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എനിക്ക് നൽകിയ അധികാരത്തോടെ തിരുവചന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൽക്കാലം പിരിയുന്നു അങ്ങനെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥനകൾ യാചന കേട്ടതിന് സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. യൂട്യൂബിലൂടെയും വിവിധ മാധ്യമങ്ങളിലൂടെയും ഞങ്ങളെ സന്ധിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായി പ്രത്യാശയോടെ ജീവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.